ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഇത്രയും നാളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥയിലെ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. സ്വന്തം മകനെ പോലെ ലാളിച്ച് വളർത്തിയ രോഹിത് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം സത്യാമ്മയും ശ്യാമയും കൊല്ലാനുള്ള പ്ലാനാണ്. ഈ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ ശാരദാമ്മയാണെങ്കിൽ സത്യമോളെ മടിയിലിട്ടിങ്ങനെ തടവിക്കൊടുത്തോണ്ടിരിക്കുവാണ്. സത്യമോള് നല്ല ഉറക്കമാണ്. ശാലിനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സത്യമോളെ ഒരുപാട് അടിക്കുകയും ചെയ്തു. അടികിട്ടിയ ഭാഗമെല്ലാം ഇങ്ങനെ കൈ വീങ്ങിയിട്ടുണ്ട്. ശാരദാമ്മയ്ക്ക് അത് തീരെ സഹിക്കുന്നില്ല. ശാരദാമ്മ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ തടയി ആകെ ഇങ്ങനെ സങ്കടത്തിലിരിക്കുവാണ്. മോളെ അടിച്ച സങ്കടം സഹിക്കാൻ വയ്യാതെ ശാലിനിയും വന്ന് സത്യമോളെ നോക്കുവാണ്. എൻ്റെ പൊന്നും മോളെ കൈ കണ്ടോമ്മേ, അയ്യോ എനിക്ക് ദേഷ്യം വന്നപ്പോൾ പിടിച്ചു നിർത്താനായില്ല. ശാരദാമ്മ പറയുന്നു, അതിന് അവൾ ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, അവിടെ അച്ഛനെയാണ്. അത് ആവശ്യപ്പെടാനുള്ള അവകാശവും അവൾക്കുണ്ട്. അമ്മ പറയുന്നത് ശരിയാണ്, പക്ഷെ അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. എൻ്റെ മോളെ ഇനിയും ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കാനും കഴിയുന്നില്ലമ്മേ. ഇടി മോളെ, അവൾ ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു. ഇപ്പോൾ നമുക്ക് അവളെ വടിയെടുത്ത് പേടിപ്പിച്ചോ അടിച്ചോ വിരട്ടിയൊക്കെ നിർത്താം. എന്നാൽ പിന്നെ വടിയെടുത്ത് പേടിപ്പിച്ചാലും പേടിക്കാത്ത ഒരു സമയമുണ്ട്. അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം മുട്ടി നിൽക്കേണ്ട സമയമായിരിക്കും അത്. അപ്പോൾ നീ എന്ത് ഉത്തരവ് അവളോട് പറയും? അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ലമ്മേ. പക്ഷെ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കാനാവില്ലല്ലോ. സത്യങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ടവരെല്ലാവരും അറിയണം. അറിഞ്ഞേ തീരൂ. ഇങ്ങനെ ഇത് എത്ര കാലം കൊണ്ടുപോകും എൻ്റെ ഈശ്വര? ഉറങ്ങിക്കിടക്കുന്ന സത്യമോളെ നോക്കി ശാലിനി പറയുവാണ്, എൻ്റെ മോൾ വളർന്നു ഇല്ലേമ്മേ. അവൾ പ്രതികരിച്ചു തുടങ്ങി. ഈ അമ്മയോട് ക്ഷമിക്കുമോളെ, അറിയാതെ തല്ലിപ്പോയതിന് മാപ്പ് എന്നും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സത്യമോടെ കൈ പിടിച്ച് ശാലിനി അങ്ങ് ഉമ്മ കൊടുക്കുകയാണ്. ഇനി എൻ്റെ പൊന്നുമോളെ അമ്മ അടിക്കില്ല. രാവിലെ എല്ലാവരും ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ശ്യാമ എഴുന്നേറ്റ് ഓടി വന്ന് ശ്യാമ എഴുതി വെച്ചിരുന്ന ആ കത്ത് നോക്കുവാണ്. അവിടെ എല്ലാം ശ്യാമ നോക്കിയിട്ടും ആ കത്ത് കാണുന്നില്ല. ശ്യാമ സോഫയുടെ കീഴിൽ നോക്കുന്നു, ടീപ്പോയുടെ കീഴിൽ നോക്കുന്നു, അവിടെ കിടന്ന മാറ്റൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുന്നു, അവിടെ എങ്ങും കാണുന്നില്ല. ഈശ്വര, ആ കത്ത് അവിടെ പോയി എന്നും പറഞ്ഞിങ്ങനെ ശ്യാമ വീണ്ടും വീണ്ടും നോക്കുവാണ്. ആ സമയത്ത് രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രോഹിത് ഇത് കാണുന്നു. രോഹിത്തിൻ്റെ കണ്ണൊക്കെ വന്നിങ്ങനെ തുറിച്ച് ഒരു വല്ലാത്ത ദേഷ്യത്തിലും ഒരു വല്ലാത്ത ഒരു ഭാവത്തിൽ ശ്യാമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നു, ശ്യാമേ നീ എന്തോ അവിടെ നോക്കുന്നത്, എന്തോ അടക്ക തിരയുന്നത്? അതൊന്നുമില്ല രോഹിത്തെ, ഞാൻ ചുമ്മാതെ ഞാൻ ഇവിടൊക്കെ ഇങ്ങനെ എന്നല്ലാതെ ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമയ്ക്കാണെങ്കിൽ രോഹിത്തിൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലുമുള്ള ധൈര്യമില്ല. രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ ഞാൻ രോഹിത്തിന് ചായ എടുക്കാം എന്നും പറഞ്ഞ് ശ്യാമ അകത്തോട്ട് പോവുകയാണ്. രോഹിത്താണ് ഇങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ട് തുറിച്ച് വല്ലാത്ത ദേഷ്യത്തിൽ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിൽ രോഹിത്താണ് ഇങ്ങനെ ദേഷിച്ച് നിൽക്കുവാണ്. എന്നാൽ ശ്യാമയോട് ഇന്നലെ രാത്രിയിൽ നടന്നത് എന്താണെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒന്നും തന്നെ ഒരു കാര്യവും രോഹിത് ശ്യാമയോട് ചോദിക്കുന്നില്ല. രോഹിത്തിൻ്റെ ആ ദേഷ്യത്തിലുള്ള നിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശ്യാമ എഴുതിയ കത്ത് രോഹിത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും രോഹിത് ആ കത്ത് വായിച്ചിട്ടുണ്ടെന്നും. പപ്പിമോളാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ടല്ല ഒരുങ്ങി സന്തോഷത്തോടെ രോഹിത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. അച്ഛാ പോകാം. എവിടെ? സ്കൂളിൽ പോകാൻ, അല്ലാതെ എന്തുവാ? കുഞ്ഞിൻ്റെ ആ സന്തോഷത്തോടുള്ള വർത്തമാനമൊന്നും രോഹിത്തിന് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ അത് മോളെ, എനിക്ക് നല്ല സുഖമില്ല, മോള് മറ്റാരെയെങ്കിലും കൂട്ടി പൊയ്ക്കോ. എന്താ അച്ഛാ, അച്ഛന് സുഖമില്ലേ? എന്നെ അച്ഛനല്ലേ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകുന്നു, ഇന്നെന്താ മറ്റാരുടെയെങ്കിലും കൂടെ പോകാൻ പറഞ്ഞത്? നിന്നോട് മറ്റാരുടെയും കൂടെ പോകാനല്ലോടി പറഞ്ഞത് എന്ന് രോഹിത് ദേഷിച്ച് കൊച്ചിനോട് പറയുകയാണ്. കൊച്ചങ്ങ് അമ്പരന്ന് നിൽക്കുക. കാരണം രോഹിത് ഇതുവരെയും കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് വിഷ്ണു ഇങ്ങനെ കേട്ടോണ്ട് വരുവാണ്. രോഹിത്തിൻ്റെ ആ തുറിച്ച കണ്ണും ദേഷ്യവും അങ്ങനെയുള്ളൊരു ഭാവം ഇതുവരെയും വിഷ്ണുവും കണ്ടിട്ടില്ല. വിഷ്ണുവും ഇങ്ങനെ രോഹിത്തിനെ നോക്കിയിട്ട്, ഡാ എന്തുവാടാ ഇത്? എടാ അവൾ കുട്ടിയല്ലേ, നീ എന്തിനാ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നേ? അവൾ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാൻ മാത്രമല്ല നിന്നോട് പറഞ്ഞുള്ളൂ, അതിന് നീ എന്തിനാ കുഞ്ഞിനോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? വിഷ്ണു ഇങ്ങനെ പറയുമ്പം രോഹിത്തിന് ദേഷ്യം ഇങ്ങനെ എരച്ച് വരുവാണ്. അവനിങ്ങനെ പല്ലുമൊക്കെ കടിച്ച് കണ്ണുമൊക്കെ തുറിച്ച് വിഷ്ണുവിനോട് പറയുക. വിഷ്ണുവിന് അത്ര സങ്കടമാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇത്രയും നാളും വിഷ്ണു ബ്രോ എന്ന് വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും വിളിച്ചുകൊണ്ടിരുന്ന രോഹിത്താണ് പെട്ടെന്ന് പറയുന്നത്, വിഷ്ണുവിന് അത്ര വിഷമമായെങ്കിൽ തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ പറഞ്ഞത് വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് നിന്ന് കേൾക്കുവാണ്. എന്നിട്ട് രോഹിത് വിഷ്ണുവിനെ ദേഷ്യത്തോടെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് അങ്ങോട്ട് ദേഷിച്ച് നടക്കുവാണ്. അത് കണ്ടിട്ട് വിഷ്ണു വിളിക്കുന്നില്ല, രോഹിത്തെ നീ എന്താ ഇത്ര ദേഷ്യപ്പെടുന്നേ? നിനക്കിത് എന്ത് പറ്റി? എന്തൊക്കെയോ ദേഷ്യം ഇങ്ങനെ എരച്ച് വരുവാണ്. രോഹിത്താന്നെ അങ്ങ് പല്ല് കടിച്ച് തുറിച്ച് നോക്കുവാണ് വിഷ്ണുവിനെ. എന്നിട്ട് അടിമുടി വീണ്ടും വിഷ്ണുവിനെ ഒരു നോട്ടം നോക്കിയിട്ട് ദേഷിച്ച് നടന്നങ്ങ് പോവുകയാണ് രോഹിത്ത്. രോഹിത്തിന്റെ ഈ മാറ്റം വിഷ്ണുവിനെ ആകെ ഞെട്ടിച്ച്. ഇവൻ എന്ത് പറ്റി?
ഇവനെന്താ ഇങ്ങനെ കാണിച്ചത്? പപ്പിമോളാണെ ആകെ സങ്കടത്തിൽ നിൽക്കുന്നു. കാരണം രോഹിത് ഇതുവരെയും പപ്പിമോളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പെരുമാറിയിട്ടുമില്ല. കുഞ്ഞിങ്ങനെ സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. സങ്കടത്തോടെ നിൽക്കുന്ന പപ്പിമോളെ നോക്കി വിഷ്ണു പറയുന്നു, പപ്പിക്കുട്ടി പിണങ്ങി നിൽക്കുക. എൻ്റെ പപ്പിക്കുട്ടിയെ ഇന്ന് സ്കൂളിൽ ഈ വിഷ്ണു അച്ഛൻ കൊണ്ടാക്കും. അതുപോലെ പപ്പിയും ഇച്ചിരി കലിപ്പിലിക്കുക. വേണ്ട, എന്നെ ആരും കൊണ്ടാക്കണ്ട, എല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ. അയ്യോ എൻ്റെ പപ്പിക്കുട്ടി, അങ്ങനൊന്നും പറയല്ലേ. വിഷ്ണു അച്ഛൻ എപ്പോഴെങ്കിലും എൻ്റെ പപ്പിക്കുട്ടിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? നീ ഈ വിഷ്ണു അച്ഛൻ്റെ മുത്തല്ലേ. വേണ്ട, എന്നെ അങ്ങനൊന്നും വിളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പപ്പിക്കുട്ടൻ പിണങ്ങല്ലേടാ, വേണ്ട. വിഷ്ണു അച്ഛൻ എന്നെ ഇഷ്ടമല്ലല്ലോ. പിന്നെ ഈ വിഷ്ണു അച്ഛൻ ആരെയാ സ്നേഹിക്കുകയും കൊഞ്ചുകയൊക്കെ ചെയ്യുന്നത്? വിഷ്ണു അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛൻ എന്നെ തലയിൽ തൊട്ട് സത്യം ചെയ്തതല്ലേ കുടിക്കത്തില്ലെന്ന്. എന്നിട്ട് വിഷ്ണു അച്ഛൻ വീണ്ടും കുടിച്ചില്ലേ? എൻ്റെ പപ്പിമോളാണ് സത്യം. വിഷ്ണു അച്ഛൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും കുടിക്കില്ല എന്നിങ്ങനെ വിഷ്ണു അന്ന് പപ്പിമോടെ തലയിൽ സത്യം ചെയ്തതായിരുന്നു. വിഷ്ണു അത് ഓർത്തങ്ങ് സങ്കടപ്പെടുവാണ്. ഈ പൊന്നുമോടെ തലയിൽ വെച്ച് സത്യം ചെയ്തിട്ട് ആ സത്യം തെറ്റിച്ചു പോയല്ലോ എന്നോർത്ത് വിഷ്ണു അങ്ങനെ സങ്കടത്തോടെ ആ കുഞ്ഞിൻ്റെ മുന്നിൽ അങ്ങ് കുനിഞ്ഞിരിക്കുവാണ്. വിഷ്ണു അച്ഛൻ അന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ ഇനി കുടിക്കില്ലെന്ന്. വിഷ്ണു അത് കേട്ടിട്ട് വീണ്ടും പറയും, ഇതാണ് വാക്ക്, ഇനി ഈ വിഷ്ണു അച്ഛൻ കുടിക്കില്ല എന്നും പറഞ്ഞ് പപ്പിമോടെ തലയിൽ കൈവെക്കാൻ പോകുമ്പോൾ പപ്പിയെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് പറയുന്നു, വേണ്ട, എൻ്റെ തല അങ്ങ് പൊട്ടിത്തെറിച്ച് പൊയ്ക്കോട്ടെ അല്ലേ. അല്ലെങ്കിലും വിഷ്ണു അച്ഛന് ഒരാളോടും സ്നേഹമില്ല, എന്നോടുമില്ല, ചേച്ചിയമ്മയോടുമില്ല, ആരോടുമില്ല. മോളെ, വിഷ്ണു അച്ഛനൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാകില്ല. വേണ്ട, വിഷ്ണു അച്ഛൻ ഒന്നും ഇനി പറയണ്ട. ഈ പപ്പിമോള് വിഷ്ണു അച്ഛനോട് ഇനി കൂട്ടില്ല. എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛൻ അങ്ങനെ സത്യം ചെയ്തിട്ട് പിന്നെ കുടിക്കുമായിരുന്നോ? അപ്പോൾ എൻ്റെ തല പൊട്ടിത്തെറിച്ച് പൊയ്ക്കോട്ടെ, അത് വിഷ്ണു അച്ഛൻ ഒരു കുഴപ്പവുമില്ല, അതല്ലേ, അതുകൊണ്ടല്ലേ വിഷ്ണു അച്ഛൻ അങ്ങനെ ചെയ്തത്. വിഷ്ണുവിന് അത് കേൾക്കുമ്പോൾ അങ്ങ് സങ്കടമാണ്. പെട്ടെന്ന് പപ്പിമോളെ കെട്ടിപ്പിടിച്ച് മാറോടണച്ച് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുവാണ്. അങ്ങനെ ശ്യാമയുടെ കത്ത് രോഹിത് വായിച്ചെന്നുള്ളതിൻ്റെ മുഖ്യമായ തെളിവാണ് രോഹിത് ഒരിക്കലും പോകില്ലെന്ന് വിചാരിച്ചിരുന്ന സത്യാമ്മയുടെ ശത്രുപാളയത്തിലോട്ടാണ് രോഹിത് ചെല്ലുന്നത്. രോഹിത്തിനെ കണ്ടതും സുസ്മിത ചോദിക്കുന്നു, ആഹാ, ഇതാര്, ഇളമറത്തമ്പുരാനോ? സുസ്മിത വളരെ പരിഹാസത്തോടെ ചോദിക്കുന്നു, എന്താണാവോ ഈ അടിയങ്ങളുടെ കുടിലിലേക്ക്? രോഹിത് ആകെ നിന്ന് തിളയ്ക്കുവാണ്. ദേഷ്യത്തോടെ സുസ്മിതയോട് ചോദിക്കുന്നു, സുസ്മിതേ, എനിക്ക് ചില സത്യങ്ങൾ അറിയണം, അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാം രോഹിത്തെ, നീ എപ്പോഴെങ്കിലും എന്നെ തേടി വരുമെന്ന്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാലേ, ഒരാളെ അധിക നാളിങ്ങനെ ചതിച്ചും വഞ്ചിച്ചും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ആ ചതിയുടെ സത്യാവസ്ഥ അറിയാനാ ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്നത്. പപ്പിയെക്കുറിച്ചുള്ള സത്യങ്ങൾ നീ പറയണം. അയ്യോ, ഇപ്പോഴെങ്കിലും നിനക്കിത് ചോദിക്കാൻ തോന്നിയല്ലോ, ദൈവത്തിന് നന്ദി പറയണം. രോഹിത്തെ, നിന്നെ എല്ലാവരും, അതായത് നിന്റെ ഭാര്യ അടക്കം നിന്നെ ചതിക്കുമായിരുന്നു. നിന്റെ ഭാര്യ ഉണ്ടല്ലോ ശ്യാമ, പിന്നെ ശാലിനി, ഇവരുടെയൊക്കെ അമ്മ ശാരദ, ഒക്കെ കള്ളികളാ. ഇല്ലെങ്കിൽ ഇത്രയും നാളും ഈ രഹസ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമോ? പെണ്ണുങ്ങൾക്ക് രഹസ്യം ഒരുപാട് നാൾ കൊണ്ടു നടക്കാൻ പറ്റില്ലെന്ന് പറയുന്നവരുടെ അടുത്ത് ഈ 3 പെണ്ണുങ്ങളും അപമാനമാണ്. കാരണം ഇവളുമാരൊരിക്കലും രഹസ്യം പുറത്തു പറയില്ല. തല പോകുന്ന കാര്യമായാലും ഇവളുമാർ മനസ്സ് തോർന്ന് സത്യം പറയുമെന്ന് സാക്ഷാൽ ബ്രഹ്മദേവന് പോലും അറിയില്ല. എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ദേഷ്യം കൊണ്ട് അവിടെ കിടന്ന ടീപ്പോ ചവിട്ടി തെറിപ്പിക്കുവാണ്. ദേഷ്യം കൊണ്ട് വന്ന രോഹിത്തിൻ്റെ അടുത്തോട്ട് അവളിങ്ങനെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ ഓരോന്നും പറയുമല്ലേ. എനിക്ക് നിന്നോട് ചോദിക്കേണ്ടതും നീ എനിക്ക് പറയേണ്ടതും ഒന്നേ ഉള്ളൂ, പപ്പി എൻ്റെ മകളാണോ? അവളെ പ്രസവിച്ചത് ശ്യാമയല്ലേ? എനിക്കിതാണ് അറിയേണ്ടത്, നീ അത് പറ. രോഹിത്ത് നിന്ന് തിളച്ച് വിറയ്ക്കുന്നത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് ഒരു സന്തോഷമാണ്. അത് കണ്ട് അവളങ്ങ് പൊട്ടിച്ചിരിക്കുക. സുസ്മിതേ, നീ ചിരിക്കാതെ കാര്യം പറ, നിനക്ക് മാത്രമേ ഈ രഹസ്യം അറിയാവുള്ളൂ, സത്യം പറയാ നീ എന്നോട്. എൻ്റെ ഭാര്യ ശ്യാമയല്ലേ പപ്പിയുടെ അമ്മ? സുസ്മിത പറയുക, അല്ല, പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല. സുസ്മിതയുടെ ആ വാക്കുകൾ രോഹിത്തിൻ്റെ ചെവിയിലോട്ട് നുഴഞ്ഞു കയറുകയാണ്. അവനൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. മക്കളുണ്ടാകാത്ത അവൾ എങ്ങനെയാടാ പപ്പിയെ പ്രസവിക്കുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കത്തില്ല. എടാ രോഹിത്തെ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പോയി ആ ഡോക്ടറോട് ചോദിക്ക്, അവർ പറയും സത്യങ്ങളല്ല. ശ്യാമ, ശാലിനി, ശാരദ, പിന്നെ ആ ഡോക്ടർ, ഇവരിൽ ഇത്ര പേരിൽ ഒതുങ്ങിയ ആ രഹസ്യങ്ങൾ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും സുസ്മിത വീണ്ടും അവനെ ആ എരുതിയിലോട്ട് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കുന്ന പോലെ പറയുക, ഇടാ രോഹിത്തെ, ഇനിയുണ്ട് ചതിയുടെ കഥകൾ. നിന്നെ ഒരു മകനെ പോലെ സത്യാമ്മ കരുതുന്നില്ലേ?
ഒരുപക്ഷെ വിഷ്ണുവിനേക്കാളും കൂടുതൽ നിനക്ക് അവകാശവും സ്നേഹവും സത്യാമ്മ നിനക്ക് തരുന്നുണ്ടായിരിക്കും. നിനക്കത്രയും സ്ഥാനവും തന്ന് സ്നേഹിക്കുകയും ചെയ്യണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടടാ അതിൻ്റെ ഉത്തരം. ആ ഉത്തരവാണ് നിൻ്റെ അമ്മയുടെ മരണം. നിൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ പിന്നിലെ അറിയാത്ത രഹസ്യം അതെൻ്റെ പൊന്നുമോനെ നിനക്കറിയണ്ടേ? സത്യഭാമ നിൻ്റെ അമ്മയെ കാറ് കയറ്റി കൊന്നതാണ്. സുസ്മിതയുടെ ആ വാക്ക് കേട്ട് രോഹിത് അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാരണം അവൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി തലയിലൊരു വലിയ കെട്ടുമൊക്കെ കെട്ടിക്കൊണ്ട് മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അവൻ കണ്ടതാണ്. അതിനുശേഷം സ്വന്തം മകനായി ദത്തെടുത്ത് സത്യഭാമ രോഹിത്തിനെ വിഷ്ണുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തുമായിരുന്നു. അതൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തുകയാണ്. സത്യഭാമ നടത്തിയ അരുംകൊലയുടെ പ്രായശ്ചിത്തം എന്ന പേരിലാണ് നിന്നെ അവർ ഏറ്റെടുത്തത്. ഇത് വല്ലതും നിനക്കറിയാവോ? കൊന്നാപ്പാവം തിന്നാ തീരുവെന്ന് പറയുന്ന പോലെ ശരിക്കും സത്യഭാമ നിന്നെ തിന്നോണ്ടിരിക്കുവാടാ. സുസ്മിതയുടെ ഈ വാക്കുകൾ കേട്ട് ശരിക്കും ഒരു ഭ്രാന്തനെ പോലെയായി രോഹിത്. അവൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ച് കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് പല്ല് കടിച്ചിട്ട് പറയുവാണ്, എല്ലാത്തിനെയും എനിക്ക് തീർക്കണം, എണ്ണി എനിക്ക് പ്രതികാരം തീർക്കണം. രോഹിത് അങ്ങനെ സുസ്മിതയുടെ വലയിൽ വീണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറയുകയാണ്, സാധാരണ ഞങ്ങൾ കൂടെ കൂട്ടുന്നത് നല്ല ചുണയുള്ള ആൺകുട്ടികളെയാണ്. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം. എന്താ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റും എന്നും പറഞ്ഞ് രോഹിത് ഇങ്ങനെ തുറിച്ചു നിൽക്കുവാണ്. എങ്കിൽ രോഹിത്തെ നീ ആദ്യം ചെയ്യേണ്ടത് സത്യഭാമ എന്ന വൻ മരത്തിൻ്റെ ശിഖരങ്ങൾ അറക്കുക എന്നുള്ളതാണ്. ഓരോ ശിഖരങ്ങളും അറുത്തു മാറ്റി അവരെ ഒറ്റാന്തടിയാക്കണം. സത്യഭാമയുടെ മാന്യത ഇല്ലാതാക്കണം. സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തണം. എന്താ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ഒന്നിച്ചു നിൽക്കാം. എനിക്ക് സമ്മതം, 100 വട്ടം സമ്മതം. എന്നെ മണ്ടനാക്കിയവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. രോഹിത് ഇങ്ങനെ തിളച്ചു മറിഞ്ഞിങ്ങനെ പറയുന്നത് കണ്ട് മുകളിൽ നിന്നും കൈയടിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ആരുമല്ല, സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും ആജന്മ ശത്രുവായ ചന്ദ്രബോസ്. കൊള്ളാട മോനെ, നിനക്ക് ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടെ വരുവാണ് ചന്ദ്രബോസ്. ഇനി ഞങ്ങൾ തരുന്ന കുറച്ച് ട്രെയിനിങ് കൂടെ ഒക്കെ കഴിയുമ്പോൾ നീ തന്നെ പറയും, എൻ്റെ ഈ കയ്യിൽ കുറച്ച് രക്തക്കറ കൂടെ എൻ്റെ കയ്യിലൊന്ന് പുരട്ടണമെന്ന്. അതോടെ തകർന്നടിയണം സത്യഭാമയും കുടുംബവും. എൻ്റെ ചിറ്റപ്പ രോഗത്തിന് വിവരം വെച്ച് വരുന്നതല്ല ഉള്ളു. വല്ലവൻ്റെയും കൊച്ചിനെ കണ്ണേ പൊന്നേന്നും പറഞ്ഞ് പോറ്റി അവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ തേഞ്ഞിരിക്കുക. അവൻ്റെ ഭാര്യ ശ്യാമയാണെങ്കിലോ അവനെ ഭംഗിയായിട്ട് തേക്കുകയും ചെയ്തു. ഇനി അവൻ രക്ഷയ്ക്കായി വന്നുപെട്ടതോ തലതെറിച്ചോളെന്നും കൊള്ളരുതാത്തതെന്നും ഒക്കെ പറഞ്ഞ് പടിയടച്ച് പിണ്ണം വെച്ച ഈ സുസ്മിതയുടെ അടുത്തോട്ട്. അതിനെന്താ രോഹിത്ത് കുറച്ച് വൈകിയാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇവൻ ഇനിയും വിഡ്ഢിയായി നിന്നു കൊടുക്കാനേ ഇവനത്ര മരമണ്ടനൊന്നും അല്ല. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ സത്യഭാമയുടെ ഉച്ചന്തലയിലെ ഡെമോക്രസിന്റെ വാള് പോലൊരു സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ അങ്ങ് നടക്കും. സുസ്മിത രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ, സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ ഞങ്ങളോടൊപ്പം നിന്നാൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഞങ്ങളുടെ കൂടൊപ്പം നിൽക്കണം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് പറയുക, നിനക്ക് മറ്റൊരു ഓഫർ കൂടി ഞങ്ങൾ തരാം. നിൻ്റെ അമ്മയുടെ മരണവും നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഉണ്ടായ ചതിയുടെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. പക്ഷേ ഒരു കരാറ്, ആത്മാർത്ഥതയായിട്ട് ചതിക്കാത്ത മനസ്സുമായി നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഉണ്ടാകും, ഈ രോഹിത് ഉണ്ടാകും. ഇനിയെങ്കിലും എനിക്ക് തൻ്റെ ഇടമുള്ള ഒരാണായിട്ട് ജീവിക്കണം. എന്നോട് ചെയ്ത ചതിക്കെല്ലാം എനിക്ക് എണ്ണി കണക്ക് തീർക്കണം. എങ്കിലേ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. എനിക്കത് ചെയ്തേ പറ്റൂ. ഞാൻ നിൽക്കാം നിങ്ങളുടെ കൂടെ. അതെ, അങ്ങനെ തന്നെ വേണം രോഹിത്തെ. പിന്നെ എല്ലാം നേടിക്കഴിയുമ്പോൾ, ഈ പ്രതികാരദാഹമൊക്കെ അങ്ങ് അടങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിനും ഈ സീസറിനും തന്നേക്കണം. ഈ ഡീലിന് നീ ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് കൈ നീട്ടുമ്പോൾ പെട്ടെന്ന് രോഹിത് അവൻ്റെ കൈ ചന്ദ്രബോസിൻ്റെ കയ്യിൽ വെക്കുകയാണ്. അതിൻ്റെ പുറത്തായിട്ട് സുസ്മിതയും കൈവച്ച് അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഒരു സത്യപ്രതിജ്ഞ പോലെ പ്രതികാരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ശ്യാമയാണെങ്കിൽ ആ എഴുതി വെച്ച കത്ത് ആരുടെ കൈ കിട്ടി എവിടെ പോയെന്നറിയാതെ ആ സങ്കടത്തോടെ വന്ന് ശാലിനിയോടുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശാലിനി ചോദിക്കുന്നു, നീ ഈ കാണിച്ച മണ്ടത്തരത്തിന് എന്ത് പേരാടി നിന്നെ പറയേണ്ടത്? നിനക്ക് എങ്ങനെയാടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? അത് കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ കുടിച്ചിട്ട് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പിടിവിട്ടുപോയി കുഞ്ഞേച്ചി. ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ 2 പേരുടെയും ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്നോർത്ത് എൻ്റെ ഈ നശിച്ച ജന്മം ഒന്ന് അവസാനിപ്പിച്ച് കാണാൻ ഞാനും അങ്ങ് വിചാരിച്ചു. എടി, ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് ഒടുങ്ങാൻ വേണ്ടിയാണോ നമ്മുടെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ
നമ്മളെ ഈ നിലയിലാക്കിയത്. ഒരു ജീവിതം മുഴുക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് നമ്മുടെ അമ്മ. നിങ്ങളെല്ലാവരും എൻ്റെ സന്തോഷം മാത്രമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും ആർക്കും വേണ്ടേ? എൻ്റെ ജീവിതം നന്നായിട്ട് പോകാനും ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ കുഞ്ഞേച്ചി ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുന്നതും ഈ അപമാനമെല്ലാം സഹിക്കുന്നതും. വേണ്ട കുഞ്ഞേച്ചി, എനിക്ക് മതിയായല്ല. ശ്യാമയുടെ ഈ സങ്കടത്തോടുള്ള വാക്ക് കേട്ട് ശാലിനിക്ക് ഒരു ഉത്തരം പോലും പറയാൻ പറ്റാതെ ശാലിനി ഇങ്ങനെ ശ്യാമയെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി രോഹിത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.